ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കി. ശബരിമലയിലെ മേൽശാന്തിമാർക്ക് ദേവസ്വം ബോർഡ് സഹായികളെ നൽകുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 2 ആഴ്ച നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ, അതിനിടെ ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ്. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ. റാന്നി മജിസ്ട്രേറ്റ് കോടതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് ഇയാളെ മാറ്റി. നിലവിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം തട്ടിയ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകാതെ കട്ടളപ്പാളി കേസിലും അറസ്റ്റ് ചെയ്യപ്പെടുത്തും. പിന്നീട് ഈ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റവരി മറുപടിയിൽ ഒതുക്കി. ശബരിമലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതിനാലാണ് ബോർഡ് തന്നെ മേൽശാന്തിമാർക്ക് സഹായികളെ നൽകാൻ തീരുമാനിച്ചത്. സുതാര്യത വരണം. കാരണം പല മേൽശാന്തിമാരുടെയും കീഴ്ശാന്തിമാരായി വന്ന ആളുകളാണല്ലോ ഈ കുഴപ്പത്തിലേക്കൊക്കെ ചെന്ന് ചാടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. നാളെ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.